സിനിമ അടിപൊളിയാണ് പോയി. എങ്ങനെയായാലും നമ്മളൊരു സിനിമ കാണുന്ന കഴിഞ്ഞാൽ നമ്മൾ എൻഗേജ് ചെയ്യുന്നില്ല. അത് സിനിമയിൽ കാണുന്നുണ്ട്. സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഫുള്ള് തമാശ പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ലുക്കുമാൻ എന്ന് വെച്ചാൽ ലുക്കുമാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന ഓരോ പടങ്ങളും ഓരോ രീതിയിൽ വ്യത്യസ്തമായിട്ട് പോയിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ആർട്ടിസ്റ്റിന് വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടറുകൾ കിട്ടുക, അത് പെർഫോം ചെയ്യാതെ ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുക എന്നൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ പടം പിന്നെ വിനയ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ ഫുള്ളി തമാശ പറഞ്ഞിട്ട് ആളങ്ങനെ ചിരിപ്പിച്ച് കൊല്ലുകയാണ്. അതിനോടൊപ്പം തന്നെ ക്യാരക്ടർ നമ്മൾ ചിന്തിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ ഒരു പാക്കേജാണ്. എല്ലാവരും മിസ്സായാതെ തന്നെ തിയേറ്ററിൽ പോയി പടം കാണും. ഫിലിമാണ്, നല്ലൊരു എൻ്റർടൈനറാണ്. സെക്കൻഡ് ഹാഫിൽ വളരെ ഇഷ്ടമോ കുഴപ്പമില്ല. വിനയ് ഫോർട്ടിൻ്റെ എല്ലാവരും അവിടെയും നല്ലതാണ്. ഇപ്പോഴത്തെ മേക്കിംഗ് ആണ്, ഇതുവരെ കാണാത്തൊരു മേക്കിംഗാണ്. കോമഡി ഉണ്ട്, എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പഴയ ചില ശ്രീനിവാസൻ ചിത്രങ്ങളോട് അങ്ങനെയല്ല, ഇതൊരു മറ്റേ അപ്പൻ മനാൾ ഡയറക്ടറാണ്. ഇതുവരെ കാണാത്തൊരു മേക്കിംഗാണ്. ഗ്രാമം ബേസ്ഡ് ഫിലിമാണ്. കോമഡിയാണ് വലിയ അന്ധവിശ്വാസമായാലും സണ്ണിവേനായാലും മറ്റേ ഭയങ്കര ആക്ടിങ്. സിനിമ അടിപൊളിയാണ്. എൻ്റെ അവധിക്കാലത്ത് പെരുമാനി എല്ലാവർക്കും അടിച്ചു പൊളിച്ച് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ സന്തോഷമായിരിക്കും. നമ്മളിപ്പോൾ പടം കണ്ടിറങ്ങി പോസിറ്റീവ് റിവ്യൂസ് മാത്രമേ ഇതുവരെയും കേട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ആളുകൾ വരണം, നിങ്ങൾ ആളുകളോട് സജസ്റ്റ് ചെയ്യണം സിനിമ കാണാനായിട്ട്. ഒരു കോമഡി സിനിമയാണ്. അപ്പോൾ കണ്ടിറങ്ങിയ എല്ലാവർക്കും വർക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെയും വർക്കാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റംലു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. ആക്ച്വലി ഇതൊരു കോമഡി എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണ്. പക്ഷേ നമ്മൾ ആ ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ വളരെ സീരിയസ് ആയി ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിവിടെ വന്നപ്പോൾ കോമഡി ആയി. അപ്പോൾ അത് ആൾക്കാർക്ക് വർക്കൗട്ടായി എന്നുള്ളതാണ്. പിന്നെ പറയാതെ പറയുന്ന കുറേ കാര്യങ്ങൾ ഫിലിമിലുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ എൻ്റെ ലൈഫിന് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റി. അതായത് എന്താ നമുക്ക് ഇപ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മുടെ ഇഷ്ടത്തിന് വേണം നമ്മുടെ ജീവിതത്തിന് നമ്മൾ വാർത്തെടുക്കുക, നമ്മുടെ ഇഷ്ടത്തിന് വേണം നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കാൻ. അപ്പോൾ ആ ലാസ്റ്റ് സീനിൽ ഞാൻ ദീപയോട് പറയുന്നൊരു സീനാണത്. അപ്പോൾ അതൊക്കെ കുറേ കൂടി ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇപ്പോഴത്തെ ഈ സൊസൈറ്റിയിൽ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് വ്യത്യസ്തമാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലൈഫ്, നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചു തീർക്കാനുള്ളതാണെന്നുള്ളത്. അപ്പോൾ പലതരത്തിലുള്ള മെസ്സേജ് ഈ ഫിലിമിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായി. പിന്നെ ആളുകൾ ഇത് ഏറ്റെടുത്തു. തിയേറ്ററിൽ ആദ്യം തൊട്ട് അവസാനം വരെ ആ ചിരി നിലനിർത്താൻ സാധിച്ചു. സഞ്ജന ഈസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. അടിപൊളി ആക്ടിങ് ആയിരുന്നു. കാരണം ഞാനൊക്കെ കുറേ ടേക്കുകൾ പോകണമെങ്കിലും പുള്ളിക്കാരി വൺ ടേക്ക് ഒക്കെയാണ്. അടിപൊളി ആർട്ടിസ്റ്റ്. വർക്ക് ചെയ്യാൻ പറ്റുന്നതിലൊരു ഭാഗ്യമായിട്ടെന്നെ കാണുന്നു. വാലിബന് ശേഷം ഇതല്ലേ? വാലിബന് ശേഷം വാലിബൻ കഴിഞ്ഞ ഒരു 1 മന്തോടുകൂടി ഞാൻ ഇത് കമ്മിറ്റ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. കാരണം ഒരു ഫിലിം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു ഫിലിം കമ്മിറ്റ് ചെയ്യുക, അതും അതുപോലെ തന്നെ ആളുകൾ സ്വീകരിക്കുക, അതിൽ ക്യാരക്ടറെ നോട്ടീസ് ചെയ്യുക എന്നുള്ളത്. സോ അതിൽ ഭയങ്കര ഹാപ്പി. പിന്നെ വളരെ ക്ലോസ് ആയിട്ടൊരു ഫാമിലി പോലെ ഒരു സർക്കിളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതും അടുത്ത സുഹൃത്തുക്കളോടൊപ്പം മത്സരിച്ച് അഭിനയിക്കാൻ പറ്റുന്നതൊക്കെ ഭാഗ്യം. ഓക്കെ, താങ്ക് യു സോ മച്ച്. തിയേറ്റർ റെസ്പോൺസ് ഭയങ്കര അടിപൊളിയായിരുന്നു. കാണുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് മ്യൂസിക് സോങ്സ് ഒക്കെ വന്നിട്ട് കാണുന്നത് ഒരു ഗ്രാമീണ പശ്ചാത്തലം അങ്ങനത്തെ ഒരു ഫിക്ഷനും ഡയറക്ടർ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ഇനി എന്താ പറയുക, നമ്മൾ കുറേ ആയി സംസാരിക്കുന്ന പ്രൊമോഷനിലും എല്ലാത്തിലും. ഇനി പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. കഥാപാത്രത്തിന് നല്ല പ്രാധാന്യം പറയാം. നമ്മുടെ സിനിമക്കാണ് പ്രാധാന്യം. സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സന്തോഷം. ഇനിയുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എത്രയും പെട്ടെന്ന് ഒരു പടം കാണാൻ കാര്യം എന്താണെന്നറിയോ, ഒരുപാട് വലിയ സിനിമകൾ വരുന്നുണ്ട്, ഒരുപാട് വലിയ സിനിമകൾ തിയേറ്ററിലുണ്ട്. അപ്പോൾ നമ്മളുടെ കമ്പാരിറ്റീവ്ലി ഒരു കൊച്ചു സിനിമയാണ്. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പോയിട്ട് പടം കാണുക. പടം ഒരു തരത്തിലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല. നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോകും. പടം തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. പടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഈ മജൂക്ക മിക്ക പടങ്ങളും ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ്. നേരത്തെ അപ്പനായാലും ഇപ്പോഴത്തെ ഇതായാലും. അപ്പോൾ അത് അപ്പനിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണോ? അപ്പനിൽ നിന്ന് പൂർണ്ണമായിട്ട് വ്യത്യസ്തമായിട്ടൊരു സിനിമയാണ്. പൂർണ്ണമായിട്ട് വ്യത്യസ്തമായ സിനിമ. ഇതൊരു അപ്പൻ വേറൊരു ജോണറും ഇത് വേറൊരു ജോണർ തന്നെ ഡിഫറെൻ്റ് അല്ലേ. കോമഡി എന്ന് പറഞ്ഞ ജോണറാണല്ലോ.